എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഭീഷണിക്കത്ത്. സഭയെ അനുസരിക്കാത്ത മെത്രാന്മാരും വൈദികരും ആവശ്യമില്ലെന്നും കരങ്ങൾ വെട്ടിമാറ്റുമെന്നും കത്തിൽ. 15ഓളം വൈദികർക്കാണ് കത്ത് ലഭിച്ചത്. വിവരങ്ങളുമായി ഗായത്രി ചേരുകയാണ്. ഗായത്രി, സഭാതർക്കം അങ്ങേയറ്റം രൂക്ഷമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഭീഷണിക്കത്ത് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 15ഓളം വൈദികർക്കാണ് ഇപ്പോൾ ഈ ഒരു ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നത്. സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. സഭയെ അനുസരിക്കാത്ത മെത്രാന്മാരും വൈദികരും ആവശ്യമില്ലെന്നും അവരുടെ കരങ്ങൾ വെട്ടിമാറ്റുമെന്നുമാണ് കത്തിൽ പറയുന്നത്. വിവിധയിടങ്ങളിൽ നിന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. 2024 ക്രിസ്മസ് സമ്മാനം എന്ന രീതിയിലാണ് ഈ കത്ത് അവർ അയച്ചിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഇത് എന്നുള്ള രീതിയിലാണ് ആ കത്ത് പറയുന്നത്. സഭയെ അംഗീകരിക്കാത്ത നിങ്ങൾ വിവാഹം കഴിച്ച് ജനാഭിമുഖ കുർബാന ചൊല്ലിച്ചിരിക്കുക, അങ്ങനെ പൂർണ്ണമായി സഭയെ അനുസരിക്കാത്തവരായി മാറുക. അല്ലാത്ത പക്ഷം സഭയുടെ ഈ ഒരു സ്ഥാപന ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ വിമത വൈദികരുടെയും മെത്രാന്മാരുടെയും കുർബാന ചൊല്ലാൻ ഉപയോഗിക്കുന്ന കരങ്ങൾ വെട്ടിമാറ്റാൻ വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നു വിശ്വാസികൾ എന്നുള്ള രീതിയിലാണ് ഈ കത്ത് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു കത്ത് 15ഓളം വൈദികർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കത്ത് പോലീസിൽ പരാതി നൽകുമെന്നും എറണാകുളം അങ്കമാലി അതിരൂപത വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാഭിമുഖ കുർബാനയെ ചൊല്ലുമെന്ന നിലപാടിലാണ് അതിരൂപതയിലെ 95% വൈദികർ ഇപ്പോഴും ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നത്. നിലിമ. ശരി, ഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.